നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. മന്ദലാംകുന്ന് ബീച്ചിൽ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാത്രി 10-നാണ് സംഭവം. തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാർ ഗുരുവായൂർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. തുടർന്ന് സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിജിൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദീപു, കിഷോർ, സുമൻ, സതീഷ് കുമാർ, PK ജോയ്, ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി നടത്തുന്ന മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടകർ, കുടുംബശ്രീ സംസ്ഥാന ജില്ലാതല ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി സരസ് മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സമീപത്തുള്ള ആശുപത്രികളും ക്ലിനിക്കുകളും ചേർന്ന മെഡിക്കൽ ടീമാണ് സേവനം നൽകുന്നത്. പ്രധാന പവലിയനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടീം അംഗങ്ങൾക്കുള്ള ബാഡ്ജ് ചാലിശ്ശേരി ഹെൽത്ത് സൂപ്പർവൈസർ C കമ്മുണ്ണി ചാലിശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാറിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. മേളയിലെത്തുന്ന പൊതുജനങ്ങൾക്കും പങ്കാളികൾക്കും അടിയന്തര ചികിത്സ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതാണ് മെഡിക്കൽ ടീമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ C കമ്മുണ്ണി അറിയിച്ചു. മെഡിക്കൽ പവലിയൻ മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റോസ് ചെയർമാനായും മെഡിക്കൽ സബ് കമ്മിറ്റി കൺവീനർ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഷമയുടെ നേതൃത്വത്തിലുമാണ് മെഡിക്കൽ ടീം പ്രവർത്തിക്കുന്നത്. സരസ്മേളുടെ മെഡിക്കൽ യൂണിറ്റിന്റെ റൂമാണത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആരോഗ്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ റൂമിന് സമീപിക്കാം. എല്ലാവർക്കും എളുപ്പം എത്താവുന്ന രീതിയിലാണ് റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമുള്ള പ്രാഥമിക സേവനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. മറ്റ് റെഫറൽ സംവിധാനങ്ങളും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളൊക്കെ അവരായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. ഇതിൽ സ്വകാര്യ മേഖലയിൽ നമ്മുടെ പ്രദേശത്തെ ആശുപത്രികളും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളും ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് രാവിലെ ഹണി ക്ലിനിക്കാണ് ചെയ്യുന്നത്. പിന്നെ ചന്ദ്രോദയം ഉണ്ട്, നമ്മുടെ മോഡേൺ ഹോസ്പിറ്റലുകളുണ്ട്, അതേപോലെ നമ്മുടെ തൊട്ടടുത്ത എല്ലാ ആശുപത്രിയും ഉണ്ട്. പിന്നെ ഇതിന്റെ ഫുൾ കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6:45-ന് സന്ധ്യാ നമസ്കാരം, തുടർന്ന് കൊടിയും കുരിശുമായി പെരുന്നാൾ പ്രദക്ഷിണം പട്ടാമ്പി റോഡ്, മോസ്കോ റോഡ്, ഫയർ സ്റ്റേഷൻ റോഡ്, പാലസ് റോഡ് വഴി പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് ആശീർവാദവും ദേശക്കാരുടെ വാദ്യാഘോഷങ്ങളും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, 8:30-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, 10:30-ന് സ്നേഹവിരുന്ന്, വൈകിട്ട് 4-ന് ദേശക്കാരുടെ വാദ്യാഘോഷങ്ങൾ പള്ളിക്ക് മുന്നിൽ നടക്കും. തുടർന്ന് 5:30-ന് സമാപന പ്രദക്ഷിണം, തുടർന്ന് പൊതുസദ്യ എന്നിവ ഉണ്ടാകും. വികാരി ഫാദർ ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി സിഞ്ചു സജിൻ P എന്നിവർ പെരുന്നാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. നൊട്ടത്ത് വളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10:15-ഓടെയായിരുന്നു അപകടം. അഞ്ഞൂർ റോഡ് പെട്രോൾ പമ്പിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന സ്വിഫ്റ്റ് കാറും എരമംഗലം ഭാഗത്തു നിന്ന് വന്നിരുന്ന മാരുതി പ്രോൺസ് കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ സ്വിഫ്റ്റ് കാറിലെ യാത്രികനായ അയിരൂർ തെക്കന്തയം സ്വദേശി വിനായിനി ഹൌസിൽ ഷെനീബിനെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ഇടുക്കിയിൽ നിന്നുള്ള മിടുക്കി. കാണാൻ വാർത്ത ഇടവേള കഴിഞ്ഞു. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. വാർത്തയിലേക്ക്. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി KP ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം K ജയകുമാർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ P ശങ്കുണ്ണി രാജ,
ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ കെ സുരേഷ് ബാബു, AK രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ RS രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ഉത്സവ ബലിയും തിങ്കളാഴ്ച പള്ളിവേട്ടയും നടക്കും. ചൊവ്വാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ഇടുക്കിയിൽ നിന്നുള്ള മിടുക്കി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ CB അനീറ്റയാണ് വനിതകളുടെ ജാവലിൻ ത്രോയിൽ 33.50 മീറ്റർ മികച്ച ദൂരം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർണം നേടിയത്. ഒന്നാം വർഷ സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ അനീറ്റ ഇടുക്കി തൊടുപുഴ ആനക്കല്ലിങ്കൽ CB അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ്. ഇത് 3ാം തവണയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. ക്രൈസ്റ്റ് കോളേജിന്റെ പരിശീലകൻ സേവിയറിന്റെ കീഴിലാണ് പരിശീലനം. സ്കൂൾ കായികമേളയിലെ കുത്തക ശക്തികളിൽ ഒന്നായിരുന്ന കോതമംഗലം സെന്റ് ജോർജ് സ്കൂളിൽ നിന്നാണ് ജാവലിൻ കയ്യിലെടുത്തത്. സ്കൂളിലെ കോച്ച് രാജീവ് പോളിന്റെ കീഴിലെ പരിശീലനത്തിലായിരുന്നു മികച്ച കായിക താരത്തിലേക്കുള്ള ഉയർച്ച. ട്രാക്കിനെ ആവേശ ചൂടുപിടിപ്പിച്ച് 4x100 മീറ്റർ റിലേ മത്സരങ്ങൾ. വനിതകളുടെ വിഭാഗത്തിൽ മേഴ്സി കോളേജ് പാലക്കാടിലെ R രവീണ, M ഐശ്വര്യ, കീർത്തി സുരേഷ്, S മേഘ എന്നിവരടങ്ങിയ ടീം സ്വർണം നേടി. പുരുഷ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനാണ് സ്വർണം. M ഹിഷാം, മുഹമ്മദ് ഫുലൈൽ, റാഹിൻ സക്കീർ, CS മോറിയൻസ് എന്നിവരായിരുന്നു ടീമിലെ താരങ്ങൾ. മീറ്റിൽ 110 മീറ്റർ ഹാർഡിൽസിൽ റാഹിൽ വെള്ളിയും ലോങ് ജമ്പിൽ മോറിയൻസ് സ്വർണവും നേടിയിരുന്നു. R രവീണയും മീറ്റിലെ ഹാർഡിൽസിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ്. നാല് ദിവസമായി നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് സഭയുടെ പോർക്കുളത്തുള്ള രഹബോത്ത് നഗറിൽ നിലമ്പൂർ ക്രിസ്ത്യാനി ബീറ്റ്സിന്റെ സംഗീത ശുശ്രൂഷയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. സഭയുടെ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ K സാമുവൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ദിവസങ്ങളിലായി പാസ്റ്റർമാരായ ജോൺസൺ ഡാനിയൽ, വർഗീസ് എബ്രഹാം, ഫെയ്ത്ത് ബ്ലസൻ, റിജി മാത്യു എന്നിവർ വചനപ്രഘോഷണം നടത്തും. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ജനുവരി 3-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന സോവനിയറിന്റെ പ്രകാശനം MP നിർവഹിക്കും. 4-ാം തീയതി വിശുദ്ധ സംയുക്ത യോഗത്തിന്റെ കൺവെൻഷൻ സമാപിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികൾക്ക് സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KA വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ MR ബാബു, ട്രഷറർ ബ്രദർ TK ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി ബ്രദർ PK ദേവസി, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CK കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകും. ദൈവത്തിന്റെ കൈപ്പണിയായ മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയപ്പോൾ ദൈവത്തിനുണ്ടായ അതീവമായ ഹൃദയവ്യഥകൾ നമുക്കറിയാം. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സമുദ്ധരിക്കുവാൻ പാപമെന്ന സമൃദ്ധമായ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തി പാപനിമിത്തം ദൈവവുമായുള്ള ബന്ധമറ്റുപോയ മനുഷ്യനെ പവിത്രനാക്കി ശുദ്ധരാക്കി ദൈവത്തോട് അടുപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു. വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് താലപ്പൊലി സംഘത്തിന്റെ വകയായുള്ള പിള്ളേര് താലപ്പൊലി തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് വാകച്ചാർത്ത്, ദീപാലങ്കാരം, നിറമാല, ചുറ്റുവിളക്ക്, കേളി, കളമെഴുത്തുപാട്ട് എന്നിവയുണ്ടാകും. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അഷ്ടപതി, ഭക്തിപ്രഭാഷണം, കുച്ചുപ്പുടി, കളരിപ്പയറ്റ്, ഭരതനാട്യം, വീരനാട്യം എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 12-ന് നടയടച്ച് ഭഗവതി പുറത്തേക്കെഴുന്നള്ളും. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റും. ശ്രീധരൻ, രവികൃഷ്ണൻ എന്നീ ആനകൾ ഇടം വലം അണിനിരക്കും. പുറത്തേക്കെഴുന്നള്ളിപ്പിൽ ചോറ്റാനിക്കര വിജയൻ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് സത്രം ഗേറ്റിന് സമീപമെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളും. തിരിച്ചെഴുന്നള്ളിപ്പ് കല്യാണ മണ്ഡപത്തിനടുത്തെത്തിയാൽ ഭഗവതിയുടെ കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറച്ചൊരിയും. ഭക്തരുടെ വഴിപാടായി നെല്ല്, അരി, മഞ്ഞൾ, മലർ, നാണയം തുടങ്ങി ദ്രവ്യങ്ങൾ നിറച്ച 1500ഓളം പറകളാണ് ഒരുക്കുന്നത്. തുടർന്ന് കുളപ്രദക്ഷിണവുമുണ്ടാകും. താലപ്പൊലി സംഘം പ്രസിഡന്റ് N പ്രഭാകരൻ നായർ, സെക്രട്ടറി E കൃഷ്ണാനന്ദ്, GG കൃഷ്ണൻ, മോഹൻദാസ് ചേലനാട്, KT രാധാകൃഷ്ണൻ നമ്പീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
നെല്ലുവായി ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് കടലാസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ ക്ഷേത്ര പരിസരം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരിച്ചു. VK ബിനിഷ, CS സജനത്ത്, VK സഫിയ, KG ബബിത, KT ജാനകി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പുതുവത്സരത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികളും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ചേംബർ ഹാളിൽ നടന്ന ന്യൂ ഇയർ ഈവ് പ്രോഗ്രാം ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ തങ്ങളുടെ കർമ്മശേഷി തെളിയിച്ച പ്രഗത്ഭ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ രംഗത്തെ മികവിന് ശിവജി ഗുരുവായൂർ, ആതുര സേവന രംഗത്ത് നിന്ന് ഡോക്ടർ നഫീസ ഉസ്മാൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. റിയൽ എസ്റ്റേറ്റ്, കേറ്ററിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, വസ്ത്രവ്യാപാരം, സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തനം, വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് തുടങ്ങി 8ഓളം മേഖലകളിലെ പ്രമുഖർക്കാണ് അവാർഡുകൾ നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ജില്ലാ യൂത്ത് വിംഗ് നേതാക്കൾ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം കോഴിക്കോട് ഷാസ് ഗ്രൂപ്പ് അവതരിപ്പിച്ച ഗാനമേളയും തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭന് സ്മാരകം നിർമ്മിക്കാൻ ദേവസ്വവും നഗരസഭയും തയ്യാറാക്കണമെന്ന് തിരുവെങ്കിടം നായർ സമാജം ആവശ്യപ്പെട്ടു. മന്നം ജയന്തി സമ്മേളനം സമാജം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. A. സുകുമാരൻ നായർ, രാജഗോപാൽ കാക്കശ്ശേരി, M. സുരേന്ദ്രൻ നായർ, രാധാകൃഷ്ണൻ മനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Wearing his swimming costume. ലൈഫ് സ്റ്റക്കാകും മുമ്പേ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറൂ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ്. വാർത്തയിലേക്ക്. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പകൽ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, ജോർജ് പോൾ നീലങ്കാവിൽ, അനിൽ കല്ലാറ്റ്, ഇന്ദിര സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ആഘോഷിച്ചു. കരിക്കാട് ഭട്ടിമുറി കരയോഗ മന്ദിരത്തിൽ ചെയർമാൻ C. വാസുദേവൻ പതാക ഉയർത്തി മന്നത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിജ്ഞയെടുത്തു. കരയോഗം മെമ്പർമാരായ KR ഉണ്ണിക്കുട്ടൻ, C. ഗംഗാധരൻ, വനിതാ സമാജം മെമ്പർ രതി നാരായണൻ, കരയോഗം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. പെരുമ്പിലാവ് പുത്തൻകുളം പണിക്കവീട്ടിൽ ഖാദർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെന്റർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമയാണ് ഭാര്യ. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റഷീദ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഒലയ്ക്കെങ്കിൽ ഫ്രാൻസിസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. മാർഗറ്റ് ഭാര്യയും ജിഷ, ജിസ്മി എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. കോട്ടോൾ ചെറുവത്തൂർ കൊച്ചുകുഞ്ഞൻ ഭാര്യ സാറാമ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബീന, ബിജു എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര നീലങ്കാവിൽ തോമ ഔസേപ്പ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മറിയം ഭാര്യയും ഷാജു, പരേതയായ ഷാലി, ഷാബു എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 247 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.